രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കേരളത്തിൻ്റെ 23ാമത് ഗവർണറാണ് ആർലേക്കർ. ഹിമാചൽ പ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണർ പദവിക്ക് ശേഷമാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം പുതിയ ഗവർണർ ആരുടെ പാത പിന്തുടരുമെന്നതാണ്. BJP സർക്കാർ തന്നെ നേരത്തെ നിയോഗിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന ജസ്റ്റിസ് P സദാശിവത്തിൻ്റെ പാതയാകുമോ, അതോ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വഴിയോ? ജസ്റ്റിസ് P സദാശിവം ആ പദവിയുടെ യശസ് ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാലുമാറ്റ രാഷ്ട്രീയക്കാരൻ തൻ്റെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ സകല ജീർണതകളും ഉൾച്ചേർന്ന് യജമാന പ്രീതിക്കായുള്ള ദാസ്യവൃത്തിയാണ് നടത്തിയത്. കാലാവധി കഴിഞ്ഞ ശേഷവും ഏതാനും മാസം ഇവിടെ തുടർന്നു. ഈ കാലയളവിലും തന്നെ നിയമിച്ച കേന്ദ്ര യജമാനന്മാരുടെ പ്രീതി പിടിച്ചുപറ്റാൻ തനി രാഷ്ട്രീയ കളി കളിച്ചു. സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനം തൊട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നിയമനിർമ്മാണ സഭയിൽ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെച്ചുവരെ സർക്കാരുമായി ഏറ്റുമുട്ടി. സ്ഥാനത്തും അസ്ഥാനത്തും മാധ്യമപ്രവർത്തകരെ കണ്ട് വിവാദങ്ങൾക്ക് തിരികൊളുത്തി. രാജ്ഭവനെ RSS കാര്യാലയമാക്കി അധപ്പതിപ്പിച്ചു. സ്വന്തം നിലയിൽ ഒപ്പിട്ട് നടത്തിയ VC നിയമനം പോലും കോടതിയിൽ തള്ളിപ്പറയുന്ന മലക്കം മറിച്ചിൽ. തനിക്ക് ചുറ്റും ശത്രുക്കളെന്ന മാനസികാവസ്ഥ. ആഴ്ചയിൽ 4 വട്ടം എന്ന തോതിൽ വിമാനയാത്രയും മറ്റും നടത്തിയുള്ള ധൂർത്ത്. ജനങ്ങളെയും പൊതുസമൂഹത്തെ ആകെയും വെല്ലുവിളിച്ചുള്ള ഇടപെടലുകൾ. സ്ഥലജല വിഭ്രാന്തി ബാധിച്ച പോലെയുള്ള പെരുമാറ്റം ഗവർണർ പദവിയുടെ അന്തസ്സിനെ പോലും ഇല്ലാതാക്കി. അങ്ങനെ ഒരു പദവിയിലേക്കാണ് പുതിയ ഗവർണർ എത്തുന്നത്. ബാല്യം മുതൽ തന്നെ തനി RSSകാരനാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അതേ നിലവാരത്തിൽ നിൽക്കുമോ, അതോ ഗവർണർ പദവിയുടെ അന്തസത്ത നിലനിർത്തുമോ? ഗവർണർ പദവി തന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ആവശ്യമാണോ എന്ന ചർച്ച സജീവമായിരിക്കുന്ന കാലമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന പദവിയാണത്. പക്ഷേ സർക്കാരിനോട് ഏറ്റുമുട്ടി തകർക്കുക എന്നതാണ് BJP ഭരണത്തിൽ നിയോഗിക്കപ്പെടുന്ന ഗവർണർമാർ BJP ഇതര സർക്കാരുകളോട് കാട്ടുന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഇതര സർക്കാരുകളോടും ഇതേ രീതിയാണ് ചില ഗവർണർമാരെങ്കിലും തുടർന്നത്. അതിൻ്റെ ഭീകര രൂപമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലായിടത്തും ഏറ്റുമുട്ടൽ. എന്നാൽ പുതിയ കേരള ഗവർണർ നടത്തിയ പ്രതികരണം സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടാനില്ല എന്നതാണ്. അത് ആത്മാർത്ഥതയോടെയാണോ എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും അങ്ങനെ സംസ്ഥാന സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഗവർണർ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.